എന്ന വിഷയങ്ങൾ എടുത്തു കളയാൻ പാർലമെന്റ് സാധിക്കില്ല. പക്ഷെ പാർലമെന്റ് എന്താണ് ചെയ്യുന്നത്? കോടതി ഈ വിഷയത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുമ്പോൾ പരിശോധിക്കേണ്ടതായിട്ടുള്ള നിയമത്തെയാണ് പാർലമെന്റ് പരിഷ്കരിച്ചിട്ടുള്ളത്. മുന്നേ ഉണ്ടായിരുന്ന സാഹചര്യം എന്താണ്? വഖഫ് ട്രൈബ്യൂണലുകൾക്ക് അന്തിമമായിട്ടുള്ള അധികാരമുള്ള, വഖഫ് ബോർഡുകൾക്ക് അന്യായവും അനിയന്ത്രിതവും അന്തിമവുമായിട്ടുള്ള അധികാരം ഉണ്ടായിരുന്ന വ്യവസ്ഥയുള്ളത്. അവിടെ ഈ ഇരയായിട്ടുള്ള ആൾക്ക് യാതൊരു പ്രൊവിഷൻസും ഉണ്ടായിരുന്നില്ല. കോടതിക്ക് മുന്നിൽ നടന്നിരുന്ന ഈ നിയമത്തിന്റെ കളിയിൽ വഖഫ് ബോർഡും ഈ മുനമ്പത്തെ ജനങ്ങളും തമ്മിൽ കളിച്ചാൽ വഖഫ് ബോർഡ് പുറത്തേക്ക് അടിച്ചാലും ഗോളാവും, മുനമ്പത്തെ ജനങ്ങൾ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചാലും അവർക്ക് ഗോൾ കിട്ടില്ല. അങ്ങനെയായിരുന്നു നിയമം. പാർലമെന്റ് എന്ത് ചെയ്തു? പാർലമെന്റ് നിയമം മാറ്റി. ഇപ്പൊ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതിപൂർവകമായിട്ടുള്ള അവരുടെ ആവശ്യം നടത്തിയെടുക്കാനുള്ള നിയമപരമായിട്ടുള്ള സാഹചര്യം ഉണ്ട്. കളി നിരോധിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, നിയമങ്ങളെ മാറ്റി എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, അപ്പോഴും കോടതിയുടെ പരിഗണനയിൽ തന്നെയല്ലേ? പിന്നെ പാർലമെന്റ് എന്താ ചെയ്തു വെച്ചാൽ പാർലമെന്റ് ഗ്രൗണ്ട് റൂൾസ് സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ന്യായമായിട്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ ജനങ്ങളുടെ മാത്രമാണ് ഈ പ്രശ്നം എന്ന് തോന്നാനുള്ള കാരണം ഈ പ്രശ്നത്തിന്റെ ചരിത്രമാണ്. ഇത്രയും കാലത്ത് ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുള്ള ഇടപെടലാണ്. 1995 വഖഫ് നിയമത്തോടു കൂടി വന്നതാണ് ഈ പ്രശ്നം. ഈ പ്രശ്നം 2007 നിസാർ കമ്മീഷൻ റിപ്പോർട്ടോടുകൂടി വന്നതാണ്. 2016 ഹൈക്കോടതി വിധിയോടുകൂടി വന്നതാണ്. 2019 വഖഫ് ബോർഡ് അതിന്റെ ആസ്തി രജിസ്റ്ററിൽ മുനമ്പത്തെ ഭൂമി കൂടി ഉൾപ്പെടുത്തിയപ്പോൾ വന്നതാണ്. ആരാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി ആകെ സംസാരിച്ചിട്ടുള്ളത്? അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ വഖഫ് നിയമത്തിലാണ് പ്രശ്നം ഇരിക്കുന്നത്. അതൊരു അന്യായമായിട്ടുള്ള നിയമമാണ്. രാജ്യത്തെ ഏത് ഭൂമിയും വഖഫ് ബോർഡിന് വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാനുള്ള അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുന്ന ഒരു നിയമമാണ്. ആ നിയമം പരിഹരിച്ചാലേ ഇവിടുത്തെ